കാസർഗോഡ് DCCയിൽ പൊട്ടിത്തെറി. കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത DCC യോഗം ഒരു വിഭാഗം നേതാക്കൾ ബഹിഷ്കരിച്ചു. DCC പ്രസിഡന്റ് ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നു എന്നാണ് ആരോപണം. ബഹിഷ്കരണത്തോടെ യോഗം മാറ്റിവെച്ചതായി DCC പ്രസിഡന്റ് അറിയിച്ചു. അരുൺ പാറയ്ക്കലുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കാസർഗോഡ്. അരുൺ, ഈ സംസ്ഥാന സർക്കാരിന്റെ ഒരു ഭാഗത്ത് പ്രക്ഷോഭം ശക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ ഈ ജാഥയൊക്കെ. അതിനിടയിലാണോ ഈ DCCയിലെ തർക്കങ്ങൾ, അരുൺ? ഉന്മേഷ്, കഴിഞ്ഞ കുറേ ദിവസമായി കാസർഗോഡ് DCCയിലുള്ള തർക്കമാണ് ഇപ്പോൾ ഒടുവിൽ പൊട്ടിത്തെറിക്കലിന് കാരണമായിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കാഞ്ഞങ്ങാട് സർവീസ് സഹകരണ ബാങ്കിന് മുകളിൽ വെച്ചായിരുന്നു ഈ DCC പ്രസിഡന്റ് യോഗം വിളിച്ചിരുന്നത്. ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിർദ്ദേശം നൽകിയിരുന്നത്. DCC ഭാരവാഹികൾ എല്ലാവരും തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഭാഗമായി അതിൻ്റെ സംഘാടക സമിതി രൂപീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ യോഗം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ നേരത്തെ തന്നെ DCC ഭാരവാഹികളിൽ പലരും ഈ യോഗത്തിനെത്തില്ല എന്നൊരു വിവരം DCC പ്രസിഡന്റിനെ കൈമാറി. അതുമാത്രമല്ല, DCC വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും ഉൾപ്പെടെ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പല ബ്ലോക്ക് പ്രസിഡന്റുമാരും ഇക്കാര്യം അറിയിച്ചു. അങ്ങനെയാണ് ഈ DCC നേതൃയോഗം മാറ്റിവെക്കുന്നതിനുള്ള ഒരു നീക്കത്തിലേക്ക് DCC പ്രസിഡന്റ് കടന്നത്. അതിന് കാരണമെന്ന് പറയുന്നത് DCC പ്രസിഡന്റ് PK ഫൈസൽ ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. ഏകപക്ഷീയമായ പ്രവർത്തനമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് എന്നാണ് ഇവർ ആരോപിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്ന കാര്യം. ജില്ലയിലെ MP യോടും അതുപോലെ തന്നെ KPCCയിലെ നേതാക്കന്മാരോടും DCC ഭാരവാഹികളോടും തന്നെ ആലോചിക്കാതെ, ഒരു തരത്തിലുള്ള ആലോചനയുമില്ലാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്നു എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്. പല DCC വൈസ് പ്രസിഡന്റുമാരും DCC ജനറൽ സെക്രട്ടറിമാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. DCC പ്രസിഡന്റുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ PK ഫൈസൽ അറിയിച്ചത് കാസർഗോഡ് ജില്ലയിലെ DCCയിൽ ഒരു തരത്തിലുള്ള പൊട്ടിത്തെറിയുമില്ല, ഏകകണ്ഠമായാണ് ഈ DCC നേതാക്കളെല്ലാം തന്നെ, കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നത്. ഇന്ന് യോഗം നടത്താൻ കഴിഞ്ഞില്ല. അത് മണ്ഡലം പ്രസിഡന്റുമാരെ കൂടി ഉൾപ്പെടുത്തണമെന്ന് അറിയിച്ചതുകൊണ്ടാണ് യോഗം മാറ്റിവെച്ചത്. പകരം നാളെ DCCയിൽ വെച്ച് യോഗം ചേരുമെന്നാണ് DCC പ്രസിഡന്റ് അറിയിച്ചത്. എന്തായാലും വലിയൊരു പൊട്ടിത്തെറി DCCയിൽ ഉണ്ടായിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു വിഭാഗീയത രൂക്ഷമായിരിക്കുന്നത്. ഉന്മേഷ്, അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.